യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമർ സെലൻസ്കിയുടെ ബങ്കോവ സ്ട്രീറ്റിലെ പ്രസിഡൻഷ്യൽ ഓഫീസ് ഉൾപ്പെടെ തകർക്കാൻ റഷ്യ നടത്തുന്ന നീക്കം കീവിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ എംബസികൾ കൂടി ലക്ഷ്യമിട്ടുള്ളതാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CIA ആണ് ഇത് സംബന്ധമായ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻപ് റഷ്യൻ പ്രദേശത്തേക്ക് അമേരിക്കൻ ദീർഘദൂര മിസൈൽ യുക്രൈൻ സേന പ്രയോഗിച്ചപ്പോൾ സ്വന്തം എംബസി പൂട്ടി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ബങ്കറിൽ ഒളിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് സമാനമായ ഭീതിയാണ് യുക്രൈൻ ഭരണകൂടത്തെ ലക്ഷ്യമിടുമെന്ന റഷ്യൻ പ്രസിഡന്റിന്റെ പരസ്യ പ്രഖ്യാപനത്തിലൂടെ നിലവിലുണ്ടായിരിക്കുന്നത്. റഷ്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളുടെ എംബസികളെ ഒഴിവാക്കിയും അവർക്ക് മുൻകൂട്ടി വിവരങ്ങൾ നൽകിയും റഷ്യ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് അമേരിക്കൻ ഏജൻസികൾ കാണുന്നത്. റഷ്യ ആണവ നയം പുതുക്കുകയും സ്വന്തം മണ്ണിൽ ഏത് വിദേശ ശക്തിയുടെ ആയുധം പതിച്ചാലും ആ രാജ്യത്തെയും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ലോക രാജ്യങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങൾ ഈ നിലപാടിനെ എതിർത്തെങ്കിലും നാറ്റോയിലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ മൗനം തുടരുകയാണുണ്ടായത്. അമേരിക്കൻ സമ്മർദ്ദത്തെ തള്ളി തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കരുതെന്ന് ജർമ്മനിയും ഇറ്റലിയും യുക്രൈനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചതിന് തിരിച്ചടിയായി റഷ്യ അവരുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ മിസൈലായ ഒറഷ്നിക് എന്ന ഭൂഖണ്ഡാനന്തര മിസൈലാണ് യുക്രൈനിലേക്ക് പ്രയോഗിച്ചിരുന്നത്. ആണവ പോർമുന ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാതെ പ്രയോഗിച്ചിട്ടും വൻ നാശനഷ്ടമാണ് യുക്രൈൻ ഉണ്ടായിരുന്നത്. വിദേശ ആയുധങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വെക്കുകയും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു പരീക്ഷണ പ്രയോഗമായിരുന്നെങ്കിൽ ഇനി ഒറഷ്നിക് പ്രയോഗിക്കുമ്പോൾ റഷ്യ ആണവ പോർമുന ഘടിപ്പിക്കുമെന്ന ഭീതിയും പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്കയും ബ്രിട്ടനും യുക്രൈൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങളടങ്ങിയ പ്രധാന വെയർഹൌസും റഷ്യൻ സൈന്യം ആക്രമിച്ചു തകർത്തിട്ടുണ്ട്. ഇതിനു പുറമെ നവംബർ 28-ന് റൊമാനിയയിൽ നിന്ന് യുക്രൈനിലെത്തിയ സ്റ്റോം ഷാഡോ മിസൈലുകൾ വഹിച്ച റെയിൽവേ ട്രെയിനിന് നേരെ ചൊനോമോർസ്ക് തുറമുഖത്തിന് സമീപവും വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. മുഴുവൻ ആയുധങ്ങളും നശിപ്പിക്കപ്പെട്ട ഈ ആക്രമണത്തിൽ അമേരിക്കയും ബ്രിട്ടനും ശരിക്കും കുടുങ്ങിപ്പോയി. റഷ്യയുടെ പ്രതിരോധ കോർഡിനേറ്ററായ സെർജി ലെബദേവ് തന്നെ ഇത്തരമൊരു ആക്രമണം നടന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റഷ്യൻ സായുധസേന ഹൈടെക് ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച 32 കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിച്ച കീവിനെ പ്രധാന ടാർഗറ്റ് ആക്കാനാണ് റഷ്യൻ സൈന്യം ശ്രമിക്കുന്നത്. ലക്ഷ്യം യുക്രൈൻ പ്രസിഡന്റിന്റെ താവളം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും മുൻപ് തന്നെ യുക്രൈൻ പ്രസിഡന്റിനെ റഷ്യ വധിക്കുമെന്ന അഭ്യൂഹവും ഇതോടെ മേഖലയിൽ ശക്തമായിട്ടുണ്ട്. ബ്രിട്ടീഷ് അമേരിക്കൻ ഏജൻസികൾ തന്നെയാണ് ഇത്തരമൊരു അഭ്യൂഹത്തിനും വഴിമരുന്നിട്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഒറഷ്നിക് മിസൈൽ പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ 42 നാറ്റോ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഈ മിസൈലുകൾ തയ്യാറാക്കി നിർത്തിയതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.